ഹായ് ഗൈസ്, പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് എഴുന്നേറ്റുള്ളതാണ് ഈ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കണത്. സോ ലേറ്റായി പോയി എഴുന്നേക്കാനായിട്ട് ഇന്ന് നമ്മളെ അജാക്സ് സ്കൂളിലൊക്കെ പോയി. 10ാം ക്ലാസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട്. സോ നേരത്തെ സ്കൂളിൽ പോയി. സോ ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ ഏകദേശം 9:30 ആയി. സോ ലേറ്റായി പോയി. സോ മമ്മി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. സോ ഞാൻ പോയി പല്ലേറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ കഴിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണം. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് പോയി നോക്കാം. സോ കഞ്ഞിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വെറും കഞ്ഞിയല്ല, അത് നോർമൽ കഞ്ഞിയല്ല, മില്ലറ്റ് വെച്ചിട്ടുണ്ടാക്കിയ കഞ്ഞിയാണ്. ബാൻഡ് മില്ലറ്റ് വെച്ചുള്ള കഞ്ഞിയും പിന്നെ ബീട്രൂട്ട് പ്ലസ് എഗ് തോരനുമാണ് നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. സോ ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല കഞ്ഞിയായിരുന്നു. ബീട്രൂട്ട് തോരൻ കൂടി കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മില്ലറ്റ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, ബീട്രൂട്ടും നല്ലതാണ് നമ്മുടെ കണ്ണിനും ബ്ലഡിനും ഒക്കെ. സോ അത് കഴിച്ചു. നല്ല ഹെൽത്തി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സോ അത് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, അവിടെ സൺഷെയ്ഡിൽ നിന്ന് വെള്ളം വീണ ആ സാധനത്തിൻ്റെ അവിടെ നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ പോലത്തെ ഒരു സാധനം ഇട്ടുണ്ടായി. ഏറ്റവും താഴത്ത് വരെ വന്നിട്ട് വെള്ളം വീഴാനുള്ള സെറ്റപ്പ് പോലെ. സോ അതിന് വേണ്ടി കോണി എടുത്തുകൊണ്ടാണ് പറഞ്ഞു. സോ നമുക്ക് കോണി വൈസ്റ്റ് കോണി എടുത്തിട്ട് ബാക്ക് വർക്ക് ചെയ്യുന്നു. സോ നമുക്ക് കൊണ്ടുപോയി ശരിയാക്കിയിട്ട് ഞാൻ കാണിച്ചാൽ വൈസ്റ്റ് ഈ ഒരു വൈറ്റ് കളർ സാധനമാണ് താഴത്ത് വന്നിട്ട് ഇപ്പോൾ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കോണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ അതേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. സോ അത് സൺഷൈഡിൽ നിന്നുള്ള വെള്ളം അതുകൂടെ ഇങ്ങനെ ഇവിടെ ഇത്രയും ദൂരം വരെ എത്തും. അപ്പോൾ താഴത്തുള്ള മെറ്റലും കാര്യങ്ങളൊന്നും തന്നെ തെറിക്കുകയും മണ്ണും തെറിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ നമ്മളത് ഇവിടെ ഒരു ഫെറമോൺ കെണി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഓറഞ്ച് കളറായിട്ട് കുറേ നമ്മുടെ കൈപ്പക്കയുടെ കായകളൊക്കെ ഓറഞ്ച് കളറായിട്ട് ഈ കായ്ച്ച വന്ന് കയറിയിട്ട് ഒക്കെ അത് ഇങ്ങനെ മഞ്ഞ കളറ് ഓറഞ്ച് കളറൊക്കെ ആയേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ, ഇതുപോലെ കളറുകളായേക്കാണ്. സോ അതുകൊണ്ട് എനിക്കിനി സെറ്റ് ചെയ്തേക്കാണ്. സോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ കാണാണ്ട് തന്നെ മൂത്ത് പോയി ഒക്കെ അതേ കണ്ട, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ആ കിടക്കുന്നതൊക്കെ ഉണങ്ങി. പിന്നെ അതേ ഇത് മൂത്ത് പോയി. സോ അതേ കണ്ട, ഈ കായ്ച്ച വന്നിട്ട് പെട്ടെന്ന് തന്നെ പഴുത്തത് തനിയെ ഇതായേക്കണ്ട ഈ കാണുന്നത്. സോ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ഫെർമോൺ കണി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ കയ്പൊക്കെ നല്ലതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ ഇത് നല്ല വലുപ്പമായിട്ടുണ്ട്. സോ നമുക്കിത് പറിച്ചെടുക്കാം. ഉണ്ടോ, നല്ല അടിപൊളി പാവയ്ക്കാണ്. കയ്പക്കായ എന്ന് പറയും, പാവയ്ക്ക എന്ന് പറയും. അതെ, നല്ല അടിപൊളി സാധനമാണ്. സോ ഇതുപോലെ നമുക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലാവശ്യത്തിന് തോരൻ വയ്ക്കാനുള്ള സാധനം കിട്ടും. സോ അത് ഇനിയുള്ളത് ആവണുള്ളൂ നാളത്തേക്ക്. ഇത് ഒരു 2-3 ദിവസം എടുക്കും. ഇതും 2-3 ദിവസം എടുക്കും. പക്ഷേ അതും പിന്നെ അവിടെ എടുക്കുന്നതൊക്കെ നാളത്തേക്ക് റെഡി ആവും. അപ്പോൾ നമുക്ക് വന്ന് പൊട്ടിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ 2-3 പയർ നിൽപ്പുണ്ട്. ഒന്ന് ഇവിടെ 2, അവിടെ 3 നിൽപ്പുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ഒരു 2-3 ദിവസം ആകുമ്പോൾ അതും ആവുന്നതാണ്. സോ നമ്മൾ ഇവിടെ ഗ്രോ ബാഗിലാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ കൈപ്പയ്ക്ക ചെടീനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സാധനം കണ്ണിൽപ്പെട്ടത്. സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, അത് ഇവിടെ ഈ യെല്ലോ കളറിൽ ഓടുന്ന സാധനം കണ്ടോ നിങ്ങൾ? അത് ഒരു മൈറ്റാണ്, യെല്ലോ കളർ ട്രക്കിയൽ മൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇല മൊത്തം കടിച്ച് തീർക്കും. ഇത് കണ്ട ഒരു മൈറ്റാണ്, യെല്ലോ കളർ ട്രക്കിയൽ മൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന്. ഇത് നമ്മുടെ ഈ ഇലകളൊക്കെ കണ്ട ഇങ്ങനെ തിന്ന് ക്ലോറോഫിൽ കണ്ട മൊത്തം തിന്നിട്ട് ഇങ്ങനെ ഓട്ടയാക്കി വെച്ചാൽ കണ്ട. അതാണ് ഇതിൻ്റെ ഒരു പണി. സോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതിനെ പെട്ടെന്ന് തന്നെ ഓടിപ്പിക്കണം. ഇതിവിടെ ഇങ്ങനെ ഓടുന്നുണ്ടോ, നമുക്ക് പിടിച്ചിങ്ങനെ കൊല്ലണം. എല്ലാത്തിനെയും കൊന്നു കളയണം കാണുന്നതിനൊക്കെ. ഗൈസ്, ഉച്ച വരെ 12:30 ആയിപ്പോൾ സമയം. ഇത്രയും നേരം വരെ നല്ല രീതിയിൽ നിന്ന ക്ലൈമറ്റ് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എത്ര നേരം ഈ മഴ പെയ്യുന്നുള്ളത് അറിയില്ല. എന്തായാലും പുറത്ത് ചെയ്യാനുണ്ടായിരുന്ന പണികൾ ഒരുവിധം തീർത്തു. ഇപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ശക്തമായി പെയ്യാൻ തുടങ്ങിയിട്ടില്ല, ബട്ട് സ്റ്റിൽ മഴ പെയ്യുന്നുണ്ട്.
എന്താവും എന്നുള്ളത് അറിയില്ല. ഐസ് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. എന്നിട്ട് മഴ നിന്നിട്ട് ഒന്നുമില്ല. കാറ്റ് നല്ല രീതിയിൽ ഊതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ അത്ര ശക്തമായി പെയ്യണില്ല. നല്ല കാരൊക്കെ വെച്ച് വന്നായിരുന്നു, പക്ഷെ അത്ര ശക്തമായി പെയ്യണില്ല. ബട്ട് സ്റ്റിൽ മഴ തുള്ളി ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിൽക്കണതാണ് ഒരു ഇത് തോന്നുന്നില്ല. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വ്ളോഗിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. സോ